എടോ, നിങ്ങൾക്ക് ഈ വെറൈറ്റി ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഇത്. ഇതാണ് നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ. ഇടയ്ക്ക് വെച്ച് നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു. ഞാൻ പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എൻ്റെതായ രീതിയിൽ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലേ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനെ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ കുറച്ച് എല്ലുള്ള പീസും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലടോ, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇവിടെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒരു ലേശം മാത്രം, അതായത് കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്ത് ഒന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചാൽ മതിയാവും. എടോ, ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇതിനധികം സവാള വേണ്ട, അധികം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് റെഡിയാക്കാം. അധികം സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോഴേ ഈ 15 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതെടുത്ത് അതങ്ങോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതെ, ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതെ, എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മുരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വേവണം കേട്ടോ. ഇനി അധികം നമ്മളിത് വേവിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇത് കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഇതിന്റെ പേര് തന്നെ ബട്ടർ ഗാർലിക് ചിക്കൻ എന്നാണല്ലോ. അപ്പൊ ഞാൻ ആ എണ്ണ അങ്ങ് മാറ്റിയിട്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഈ ബട്ടർ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഒന്ന് മെൽറ്റാക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പൊ ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് നല്ല കുനുകുനാന്ന് അരിയണം കേട്ടോ. അരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറൊന്നും മാറ്റിയെടുക്കരുത്, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കുഞ്ഞി സവാളയും പൊടിയായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സവാളയുടെ ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി, ഒരുപാട് കളറൊന്നും മാറ്റരുത്. ഇതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മൈദ കയ്യിലില്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതിയാവും. അപ്പൊ ഇത് ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ മൈദയൊക്കെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കട്ട പിടിക്കാതെ നോക്കി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ബട്ടർ ഗാർലിക് ചിക്കൻ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ചിലർ ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചുണ്ടാക്കും, ചിലർ ഇതൊന്നും ഇല്ലാതെ വെള്ളം ചേർത്തും ഉണ്ടാക്കാറുണ്ട്. പല രീതിയിലും ഇത് ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ലൊരു ടേസ്റ്റ് ആണ്. ഇങ്ങനെ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഈ പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ, മൈദയുടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ട് ഇനി ഇതിലേക്ക് 1 സ്ലൈസ് ചീസാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ചീസും കൂടെ ചേർത്ത് ചീസ് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കി ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ഇത് നന്നായിട്ടാണ് ഇതുപോലെ അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരാൻ തുടങ്ങും. ഇനി ഈ സമയം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒറിഗാനോ സീസണിങ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് മതിയാവും, കാര്യം നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്താണ് ഫ്രൈ ആക്കിയത്. ഈ സോസിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിപ്പോ കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. നല്ല ക്രീമാണ് കേട്ടോ, ഇത് നല്ല ക്രീമിയാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ക്രീമാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ കഴിഞ്ഞിടോ നമ്മുടെ പണി. അത്രയ്ക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനേ. സാധാരണ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇട്ടുന്ന് വയറ്റി കഷ്ടപ്പെടുന്ന പോലൊന്നുമുള്ള കഷ്ടപ്പാടൊന്നുമില്ല. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അത്രേ മാത്രമേ ഉള്ളൂ.
അപ്പോൾ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട്. ഈ കസൂരി മേത്തി കൂടെ ചേർക്കുമ്പോഴേ നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങും. അപ്പോഴേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.